ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെ ശ്രീമോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ മോൾ, മീനും, ഞങ്ങളും പിന്നെ കുട്ടേട്ടൻ, ശിൽജേച്ചി ഒക്കെ കൂടി ഞങ്ങൾ പോവാണ്. നമ്മൾ ശിൽജീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇത് നമ്മളെ സ്വന്തം വിദ്യേച്ചി. ഹായ് ഹായ്. അപ്പം നമ്മൾ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ചേച്ചി മെയിനായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് പണിയെടുപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ നാളെ ആവട്ടെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നാളെ പട്ടിപ്പണി. ഓക്കെ. ഇത് എൻ്റെയോടൊന്ന് കൊണ്ടുവന്നതേ അല്ല. The next morning. രാവിലെ തന്നെ ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കി തരാണ്. നമുക്കിനി അടുക്കളയിലെ വിശേഷങ്ങൾ നോക്കാം. അടുക്കളയിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇതിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ തേങ്ങ ഉണ്ട്. തേങ്ങയിലാണ് കിടക്കുന്നത്. അത് വ്യൂവേഴ്സിന് മനസ്സിലാവില്ല. ഇത് എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. എല്ലാം അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഞാൻ പഴയ ജിംനാസ്റ്റ്, എനിക്ക് അങ്ങനെ കുനിഞ്ഞൊന്നും പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. അതെ അതെ. വീട്ടിൽ നിന്ന് എനിക്ക് ഓലൻ ഇഷ്ടമാണെന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് ചേച്ചി എനിക്ക് വേണ്ടി കുട്ടേട്ടനെ കടയ്ക്ക് വിട്ട് മത്തൻ വാങ്ങി എനിക്ക് വേണ്ടി അതെ ഓലൻ ഉണ്ടാക്കി തരികയാണ്. വാർത്തയ്ക്കാം ഓൺലൈനിൽ സോങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അല്ല, അതൊക്കെ ഞാൻ വെക്കും. ഇതൊക്കെ വരുത്ത്. അപ്പോൾ നമ്മള് ശ്രീമോളെ പിറന്നാളിൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലോട്ടാണ് കിടക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല. ബലൂൺസ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേ ആ സാധനം. അറിയില്ല ഇതാട്ടാ ശ്രീമോൾ ചേച്ചീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബേബി ഇതേ ബലൂൺ വീർപ്പിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ.
എന്റെ കുട്ടികളെ തെറ്റതല്ലേ. വീട്ടിക്ക് പോവാണ്. ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ച പോലെ ഉണ്ട്. കുഴപ്പമില്ല, നിങ്ങളൊന്നും പഠിക്കണ്ട. വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇടും. ഓക്കെ, കണ്ട എന്തൊരു പ്രകൃതി രമണീയമായിട്ട് നമ്മളെ സ്കൂളാണ് ബാക്കിൽ. ഇത് കൂടെയൊക്കെ പണ്ട് പോയിരുന്നാണ്, പക്ഷെ ഇപ്പൊ കാടായി പോയി. വലിയമ്മ അവിടെ മുന്നിൽ തന്നെ ഉണ്ട്. അച്ചുരാട്ടനും ശ്രീമോളും ബർത്ത്ഡേ ഗേൾ ആൻഡ് കിച്ചു ആദ്യമേ വന്നു. ഹായ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ബർത്ത്ഡേ വ്ളോഗ്. വന്നിട്ട് ഷിൽജിൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. ബർത്ത്ഡേൻ്റെ കേക്കൊക്കെ മുറിച്ചു. ഇനി പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.